സുനിൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. പി ആർ സുനിൽ, പക്ഷേ ഈ സഖ്യ പിന്തുണ കോൺഗ്രസ് അറിയിച്ചതിന് പിന്നാലെ DMK അവരൊരു അൺഫെയ്ത്ത്ഫുൾ എന്ന നിലപാട് പണ്ടും DMKക്ക് ഉണ്ടായിരുന്നതാണ്. DMK പക്ഷെ അതിന്റെ ഏറ്റവും കടുത്ത രൂപത്തിലേക്ക് പോവുകയാണ്. SP അടക്കമുള്ളവരും ആ നിലപാടിൽ പക്ഷേ DMKക്കൊപ്പമാണ്, അല്ലേ? മാധു, തീർച്ചയായും DMK സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ന്യായമാണ് എന്നൊരു അഭിപ്രായമാണ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്നത്. ഏതായാലും അഖിലേഷ് യാദവ് ആ നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കമായി നമ്മൾ വിലയിരുത്തണം. കാരണം ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയില്ലാതെ ഒരു സീറ്റിൽ പോലും വിജയിക്കാനുള്ള ശേഷി നിലവിൽ കോൺഗ്രസിനില്ല. കോൺഗ്രസിന്റെ തട്ടകമെന്ന് വിശേഷിപ്പിക്കുന്ന റായ്ബറേലി ആയാലും അമേഠി ആയാലും ഈ രണ്ട് മണ്ഡലങ്ങളിൽ വിജയിക്കണമെന്ന് പോലും എങ്കിൽ പോലും അതിപ്പോൾ സോണിയാഗാന്ധി മത്സരിക്കുമ്പോഴായിക്കോട്ടെ, പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ ഇനി പോകുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഇനി രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോഴായിക്കോട്ടെ, സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയില്ലാതെ ആർക്കും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പോലും വിജയിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉത്തർപ്രദേശിലെ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലുമുള്ളത്. അപ്പോൾ ആ സംസ്ഥാനത്ത് നിന്നുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനായ അഖിലേഷ് യാദവ് ഇപ്പോൾ പറയുന്നത് കോൺഗ്രസ് തമിഴ്നാട്ടിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്നത് അവസരവാദ രാഷ്ട്രീയ നിലപാടാണ് എന്നതാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിനോട് കടുത്ത അതൃപ്തിയാണ് ഇപ്പോൾ അഖിലേഷ് യാദവിനുള്ളത്. പിന്തുണ നൽകുക എന്നതിനപ്പുറത്തേക്ക് സർക്കാർ രൂപീകരണത്തിന് വേണ്ടി കോൺഗ്രസ് കൈമേയ് മറന്നിറങ്ങി എന്നൊരു വിമർശനം കൂടിയാണ് ഉന്നയിക്കപ്പെടുന്നത് DMKയുടെ ഭാഗത്തു നിന്ന്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയാണ് ചില നീക്കങ്ങൾ നടത്തിയത്. കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാൻ VCK അനുനയിപ്പിച്ചത് ഖാർഗെയാണെന്ന് അടക്കമുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ DMKക്ക് ഈ എതിർപ്പ് സ്വാഭാവികമാണ്. തീർച്ചയായും മാധു, അതാണ് പ്രധാനപ്പെട്ട സാഹചര്യം എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ വിജയിയുടെ TVKക്ക് സർക്കാർ രൂപീകരിക്കാനായി എല്ലാ നീക്കങ്ങളും നടത്തിയത് കോൺഗ്രസ് ആണെന്നുള്ളതാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് അവസാന ഘട്ടത്തിൽ ഇപ്പോൾ VCKയെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയത്. അതായത് DMK സഖ്യത്തിനൊപ്പം കോൺഗ്രസിനൊപ്പം നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മറ്റൊരു ചെറിയ പാർട്ടിയാണ് VCK എന്ന് പറയുന്നത്. അപ്പോൾ ആ VCKക്ക് 5 സീറ്റുകൾ ആണ് തമിഴ്നാട്ടിലുള്ളത്. അത് DMKയുടെ പിന്തുണയിൽ തന്നെ വിജയിച്ചു വന്ന അംഗങ്ങൾ. അപ്പോൾ DMKയുടെ പിന്തുണയിൽ തമിഴ്നാട്ടിൽ വിജയിച്ചു വന്ന ഈ 5 MLA-മാരുടെ പിൻബലമുള്ള VCKയെ ഇപ്പോൾ TVKക്കൊപ്പം കൊണ്ടുവരാൻ കോൺഗ്രസ് പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടത്തിയെന്നതാണ്. അതിന്റെ നേതാവായ തിരുമലവാലുമായി മല്ലികാർജ്ജുൻ ഖാർഗെയാണ് നേരിട്ട് സംസാരിച്ചത്. ഇന്നലെ അദ്ദേഹം ഫോണിൽ സംസാരിച്ചു. ഇന്നും ഏറ്റവും അവസാനവട്ട ചർച്ചകൾ നടത്തി. അതിനുശേഷമാണ് ഇപ്പോൾ VCKയെ അനുനയിപ്പിച്ച് TVK പക്ഷത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ TVKക്ക് അംഗബലം ഉറപ്പിക്കാനായത് കോൺഗ്രസിന്റെ കൂടി ഇടപെടലിനെ തുടർന്നാണ്. അങ്ങനെയാണ് 118 അംഗങ്ങളുടെ പിൻബലം ഇപ്പോൾ TVKക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതാണ് കോൺഗ്രസുമായി ഇത്രയും കടുത്ത ഒരു അതിർത്തിയിലേക്ക് DMK പോകാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്. വലിയ വഞ്ചന കോൺഗ്രസ് കാണിച്ചു എന്നതാണ് ഇപ്പോൾ DMK പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വഞ്ചന കാണിച്ച കോൺഗ്രസിനൊപ്പം ഇനി മുന്നോട്ട് പോകാനാകില്ല. അത് സംസ്ഥാന രാഷ്ട്രീയത്തിലായാലും ദേശീയ രാഷ്ട്രീയത്തിലായാലും. അതുകൊണ്ടാണ് കോൺഗ്രസിനൊപ്പം ഇരിക്കാൻ പോലും തയ്യാറല്ല ലോക്സഭയിൽ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് ഇപ്പോൾ DMK നേതാവ് കനിമൊഴി കത്ത് നൽകിയിരിക്കുന്നത്. ശരി, നമുക്കറിയാവുന്നതാണ് ഇന്ത്യ മുന്നണിയായി ഒരുമിച്ച് നിൽക്കുക, സംസ്ഥാന സർക്കാരിനെതിരെ ഏറ്റവും വലിയ വിമർശനം ഉന്നയിക്കുക എന്നിവിടങ്ങളിലൊക്കെ കഴിഞ്ഞ ലോക്സഭാ സമ്മേളനത്തിൽ പോലും നമ്മൾ കണ്ടതാണ് കനിമൊഴി അതിന്റെ മുൻനിരയിൽ. പക്ഷേ അവിടെ പിരിഞ്ഞിരിക്കുക എന്നൊരു നീക്കത്തിലേക്ക്, അതായത് ഇന്ത്യ സഖ്യം തകരുന്ന തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയാണ് DMKയുടെ ഭാഗത്തു നിന്ന് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസ് ഈ കളിച്ചത് ഒരു കൈവിട്ട കളിയാണെന്നാണ് DMK പറയുന്നത്. കാരണം ഉത്തർപ്രദേശിലടക്കം തമിഴ്നാട്ടിലടക്കം ഒക്കെ കോൺഗ്രസിന് വലിയ തോതിൽ അഭിമാനബോധത്തോടുകൂടി പങ്കാളിയാകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ മുന്നണിയിൽ നിന്ന് തമിഴ്നാട്ടിൽ എങ്ങും എത്താത്ത ഒരു ലാഭവും ഉണ്ടാകില്ല എന്ന കോൺഗ്രസിന് തന്നെ തോന്നുന്ന ഒരു സഖ്യ രൂപീകരണത്തിന് വേണ്ടി ഒരു പാഴ്ചുവട് വെച്ചു എന്നുള്ളതാണ് DMKയുടെ വിമർശനമായി ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിലൊക്കെ നിറയുന്നത്.